നമ്മളിന്നിവിടെ ഓട്സ് കൊണ്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ മൾട്ടിഗ്രെയിൻ്റെ ഓട്സാണ് എടുത്തേക്കുന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോൾ നല്ല പോഷകസമൃദ്ധമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഓട്സ് കൊണ്ടുള്ള ഉപ്പുമാവെന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതാണ് നമ്മുടെ മൾട്ടിഗ്രെയിൻ ഓട്സ് ഇട്ട് അതിൽ ബാർലി, ഗോതമ്പ്, ഫ്ലാക്സ് സീഡ്സും ഓട്സും റാഗിയൊക്കെ ഉണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്കൊരു പാൻ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഫുള്ള് ഓയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ നെയ്യിൽ ഉണ്ടാക്കാം, ബട്ടർ വേണമെങ്കിൽ ബട്ടർ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യും കുരുവില്ലാത്ത ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് വറുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അവസാനം ഒന്ന് ഇടയിലിടാൻ വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കടിക്കാനായിട്ട്. മുന്തിരി കുറച്ച് അധികം എടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ മുന്തിരി എടുത്തിട്ട് നന്നായിട്ട് വറുത്തിട്ട് ഇടാം. അപ്പോൾ ഇടയിൽ ആ മധുരമൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഈന്തപ്പഴം വേണമെങ്കിൽ പൊട്ടിച്ചിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് അവിടെ ഇവിടെയായിട്ടൊക്കെ ഒന്ന് ഇടാം. ഈന്തപ്പഴം ആകുമ്പോൾ വറുത്തിടണ്ട കേട്ടോ. ലാസ്റ്റ് ഒന്ന് പച്ചയ്ക്ക് തന്നെ മുറിച്ചിട്ടാൽ മതിയാവും. ഇതിലേക്ക് ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം ഒരു ചെറിയ സൈസ് ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇളനെ അരിഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. ക്യാപ്സിക്കം എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇടാറില്ല. നമ്മൾ വെജ് റൈസൊക്കെ വെക്കുമ്പോഴായാലും ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ചോറ് വേവിച്ചിട്ടാണ് ഇടാറ്. അതേപോലെ തന്നെ ഇതിൽ ക്യാപ്സിക്കം, ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അരക്കപ്പോളം വരും ഗ്രേറ്റ് ചെയ്തത്. അതും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കളറൊന്നും മാറരുത്. അപ്പോൾ ഇതിൽ ക്യാപ്സിക്കത്തിലുള്ള വിറ്റാമിൻ സിൻ്റെ കണ്ടൻറ്റും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഒരുപാടുണ്ട്. നമുക്ക് കണ്ണിനും ഹൃദയത്തിനൊക്കെ നല്ലതാണ് ക്യാപ്സിക്കം. അപ്പോൾ അത് മാക്സിമം പച്ചയ്ക്ക് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ കളർ മാറാണ്ട് ഒരു മിനിറ്റോളം ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അവസാനം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഓട്സൊക്കെ ആയതിന് ശേഷം. അപ്പോൾ ആ ക്യാപ്സിക്കം ക്യാരറ്റും ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ ഓയിൽ ബാക്കിനി അതിലേക്ക് വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എനിക്ക് ഇത്തിരി കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഓയിൽ ചേർക്കുന്നുണ്ട്. നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും 1/2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പും ചേർത്തെടുക്കാം. ഈ കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഓപ്ഷനിലാണ്. കാരണം ചിലർക്ക് ചിലപ്പോൾ അത് കടിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ളോ അല്ലെങ്കിൽ വെളുത്ത എള്ളോ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. എള്ളും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് മാത്രം. പിന്നെ ഒരു 2 കതിരി വേപ്പിലയും 2 മുഴുവൻ വറ്റൽമുളക് മുഴുവനോടെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ഇട്ടത്. ചതച്ച് വെച്ചതാണ് പച്ചമുളക്. ചതച്ച് വെച്ചിട്ട് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ഒരു 1 സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഉണ്ട്. അതും വളരെ നൈസായിട്ട് ചെറിയ പീസുകളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അല്ലാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ചോപ്പറിൽ വെച്ചിട്ടൊന്ന് ചോപ്പ് ചെയ്താലും മതിയാവും. അപ്പോൾ അതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉപ്പുമാവല്ലേ. അപ്പോൾ ഉപ്പുമാവ് ആകുമ്പോൾ വല്ലാണ്ട് നമുക്ക് ബ്രൗൺ ഷെയ്ഡ് ആക്കണ്ട കേട്ടോ. ഇഞ്ചിയുടെയൊക്കെ ഒരു ചെറിയൊരു പച്ചമണമൊക്കെ ഇങ്ങനെ നിൽക്കണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും. ഇത് നമ്മുടെ ഓൾ ഇൻ വൺ മസാലയാണ് കേട്ടോ. നമ്മൾ വീഡിയോ കാണിച്ചിട്ട് ഇതിൻ്റെ ഈ ഗരം മസാലയുടെ ചെറിയൊരു മണം വേണ്ട കേട്ടോ. ഇട്ടുണ്ടെന്ന് അറിയരുത്. എന്നാൽ അതിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങി വേണം. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് വാടി ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് വേണ്ട ആ സമയത്ത് നമുക്ക് ബീൻസാണ് കേട്ടോ. അത് ഒരു 1/2 കപ്പോളം വരും ബീൻസ്. ഇതുപോലെ നീളനെ ചെരിച്ചാണ് അരിഞ്ഞേക്കുന്നത്. നൈസാക്കിയിട്ട് അരിഞ്ഞു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിലേക്ക് ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ആ ബീൻസിലേക്കൊക്കെ ഒന്ന് ആ ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് സവാളയിലേക്കൊക്കെ ഒന്ന് പിടിച്ചോളും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉപ്പ് പിടിക്കുമ്പോൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ബീൻസൊക്കെ ഒന്ന് വാടി ഒരു പകുതി വേവായാൽ മതിയാവും. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തേക്കുന്നത്. 250 മില്ലി ലിറ്ററിൻ്റെ കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൽ 1 കപ്പും പിന്നെ ഒരു 1/4 കപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ആ മസാലയിലേക്കുള്ള ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ടേസ്റ്റ് നോക്കിയിട്ട് അതിനാവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ഉണ്ടാവണം കേട്ടോ. അതിൽ ഓട്സും കൂടി ഇടുമ്പോൾ കൂടാണ്ട് ശ്രദ്ധിക്കുക. ആവശ്യത്തിന് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഈ മൂടി വെച്ചിട്ട് വേണം വെള്ളം തിളപ്പിക്കണമെങ്കിൽ. വെള്ളം നന്നായി തിളച്ച് വരട്ടെ. നന്നായി തിളച്ച ഉടനെ തന്നെ നമുക്ക് ഓട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് അതേ കപ്പിൽ തന്നെ നമ്മൾ 1 കപ്പ് ഓട്സാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഒന്ന് നിരത്തിയിട്ട് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ആ മസാലയും എല്ലാം ഒന്ന് ഓട്സിലേക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് മുക്കി വെച്ച് കൊടുക്കുക വെള്ളത്തിലേക്ക് തന്നെ. എന്നിട്ട് അപ്പോൾ തന്നെ നമുക്ക് അടച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഓട്സൊക്കെ ഒന്ന് വെന്ത് വരണം.
അപ്പോൾ ഈ ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ ഈ ബീൻസിൻ്റെ ഒപ്പം തന്നെ ഇട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. എളുപ്പത്തിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ നമുക്ക് അതിൻ്റെ നല്ല ക്വാളിറ്റികൾ ക്യാപ്സിക്കത്തിനും ക്യാരറ്റിനും കിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ചെയ്യണവർക്ക് എളുപ്പപ്പണി അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്യാപ്സിക്കം നമ്മൾ ക്യാരറ്റും വഴറ്റി വെച്ചതും കുറച്ച് മല്ലിയില ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ റൈസിൻസ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ അതേ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ഓട്സ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്കിനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.